പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ SFI നേതാക്കളുടെ മർദ്ദനത്തെ തുടർന്ന് വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിൽ സർക്കാരും CPM-ഉം പ്രതിരോധത്തിൽ. സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമാണെന്നും അക്രമികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും സർക്കാർ ആവർത്തിക്കുമ്പോഴും അന്വേഷണം അട്ടിമറിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ്. SFI നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ കൊടിയ മർദ്ദനത്തിനൊടുവിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായത്. സർവകലാശാല ഡീൻ അടക്കമുള്ളവർക്കെതിരെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ കടുത്ത ആരോപണം ഉന്നയിച്ചിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നടത്തിയത്. ഇതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ CPM മന്ത്രിമാർ ആരും തന്നെ തയ്യാറായതുമില്ല. എന്നാൽ SFI ഭാരവാഹികളായ കുറ്റവാളികളെ CPM സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം ശക്തമായ ഘട്ടത്തിൽ മാത്രമാണ് അക്രമത്തെ തള്ളിപ്പറയാൻ മന്ത്രിമാർ തയ്യാറായത്. സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് ഇങ്ങനെ: കുറ്റവാളികൾ ആരായിരുന്നാലും അവരുടെ മുഖം നോക്കാതെയുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. SFI ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളാണോ ഇതിൽ കുറ്റവാളിയെങ്കിൽ അവരാർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി കഴിയില്ല. അതൊന്നും ഏത് വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് നോക്കാതെ കർശനമായ നിലപാടെടുക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇനി കേരളത്തിൽ ഒരു ക്യാമ്പസിലും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിനുള്ള നടപടി കൂടിയായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ മാസം 18-നാണ് സിദ്ധാർത്ഥിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എന്നിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിന് കാരണം ഇവരെ CPM സംരക്ഷിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിലും സംശയങ്ങൾ ഉയരുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഉന്നതതലത്തിൽ ശ്രമം നടക്കുന്നതായുള്ള ആരോപണം ശക്തമാവുന്നതിനിടെ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ രംഗത്തു വന്നാൽ അത് മറ്റൊരു രാഷ്ട്രീയ പോരിനാവും വഴിയിട്ടേക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.